ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടികളും സൗജന്യ രോഗനിർണയ ക്യാമ്പും നടന്നു. കാഴ്ചയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ഗ്ലോക്കോമ രോഗത്തിന്റെ ലക്ഷണങ്ങളെപ്പറ്റിയും കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ അൽഫോൺസ്, ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ അശോക് കുര്യൻ തുടങ്ങിയവർ ബോധവൽക്കരണം നടത്തി. ഇന്ന് ലോക ഗ്ലോക്കോമ ഡേ. നമുക്കറിയാം, കാഴ്ച നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ് എന്ന് പറയും. കാരണം കാഴ്ചയുള്ളവന് മിക്കപ്പോഴും കാഴ്ച എന്താണെന്ന് അറിയില്ല. കാഴ്ചയില്ലാത്തവർക്കാണ് എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ ഇന്ന് കാഴ്ചയോടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കാഴ്ച നല്ലതാണ്, മീൻസ് കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇപ്പോൾ കുട്ടി പറഞ്ഞതുപോലെ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ന് തന്നെ പറയാം. 40 വയസ്സ് കഴിയുന്നവർക്ക് കാഴ്ച നഷ്ടപ്പെടുവാനുള്ള വളരെ പ്രത്യേകമായ ഒരു കാരണമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ പലതരത്തിലുള്ളതുണ്ട്. എന്താണ് ഗ്ലോക്കോമ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളില് കണ്ണിന് പോഷകം കൊടുക്കുന്ന ഒരു ദ്രാവകമാണ് അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ദ്രാവകം. അത് ഫ്രീ ആയിട്ട് നമ്മുടെ കണ്ണിൽ ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒഴുക്കിന് എന്തെങ്കിലും തടസ്സം വരികയോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ നമ്മുടെ കണ്ണിനുള്ളിൽ കൂടുകയോ ചെയ്താൽ നമുക്ക് ക്രമേണ കാഴ്ച നഷ്ടപ്പെടാം. The reason that why glaucoma is so important is that because it causes irreversible blindness. This irreversible blindness is because it is so asymptomatic that we are not aware that our vision is being affected. Normally, if our vision is being affected by something in the center, we would immediately go to the doctor. But since glaucoma affects only the periphery of your vision, one is unaware of it. Towards the end, one person feels like he's looking through a tunnel. That is because the sight vision is lost and his straight vision is not affected. ദേവമാതാ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും ബോധവൽക്കരണ പരിപാടികളും നടന്നു. പ്ലക്കാർഡുകളുടെയും ലഘുവിവരണങ്ങളുടെയും സഹായത്തോടെ ഗ്ലോക്കോമ രോഗത്തെപ്പറ്റിയും ചികിത്സാ രീതികളെപ്പറ്റിയും വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾക്ക് അവബോധം നൽകി. അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാ രീതി, തടയൽ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം നിങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. പ്രധാനമായ 2 തരങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ. ഇത് ഗ്ലൂക്കോമയുടെ ഏറ്റവും സാധാരണമായ രൂപമാണ്. 90% കേസുകൾക്കും ഇത് കാരണമാകുന്നു. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയിൽ ഡ്രെയിനേജ് ആംഗിൾ അഥവാ ട്രബക്കുലാർ മെഷ് വർക്ക് കുറഞ്ഞിരിക്കും, പക്ഷേ ദ്രാവകം ഒഴുകുന്നത് തകരാറിലാകുന്നു. ഇത് കണ്ണിനുള്ളിൽ ക്രമേണ മർദ്ദം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നു. പലപ്പോഴും വ്യക്തമായ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ അസുഖം നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരികയും ഇത് കാഴ്ചശക്തിയെ ക്രമേണ കുറിച്ച് നമ്മളെ അന്ധതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. റെഗുലറായി കണ്ണിന്റെ ചെക്കപ്പ് നടത്താറുള്ളത് നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ്. അതിനാൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ സേവനം തേടി കണ്ണിന്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കേണ്ടതാണ്. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റോസ്മിൻ പഴയകാരി, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ അനറ്റ് കട്ടിപ്പറമ്പിൽ, ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും ആശുപത്രിയിൽ ഉച്ചയ്ക്ക് 2 മുതൽ 6 വരെ സൗജന്യ ഗ്ലോക്കോമ നിർണയ പരിശോധന ക്യാമ്പ് നടക്കും. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം
ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്, കൂത്താട്ടുകുളം,